അസാധാരണമായ സംഭവങ്ങളാണ് നിയമസഭയിൽ ഇപ്പോൾ അരങ്ങേറിയത്. ബജറ്റിൻ്റെ ഡിസ്കഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ MLA അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിയമസഭയുടെ ചട്ടങ്ങൾ അനുസരിക്കുന്ന തരത്തിലുള്ള ആ ആരോപണം മുൻകൂട്ടി എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അത് ഉന്നയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മളെല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിൽ അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു സമീപനമാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത്. എഴുതി കൊടുക്കാതെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തടഞ്ഞ പ്രീസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ നിലമ്പൂർ MLA ഒരു 150 കോടി രൂപയുടെ അഴിമതി ആരോപണം എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചത്. അപ്പോൾ അതിന് അനുവാദം കൊടുത്ത സ്പീക്കർ മാത്യു കുഴൽനാടനെ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൽ 3 മിനിറ്റ് വീണ്ടും നിൽക്കുകയാണ്. ഇത് അനുവദിക്കേണ്ട, അദ്ദേഹത്തിന് ബജറ്റുമായി സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലോ. അതും അവൾ അവസരം നിഷേധിച്ചു. അടുത്ത പ്രാസംഗികയെ ക്ഷണിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഇങ്ങനെ ഭയക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഗവൺമെന്റ് ഭയക്കുമ്പോൾ നിയമനിർമ്മാണ സഭയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളെയും ചട്ടങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് അംഗങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ആ സമയത്ത് വാക്കൗട്ട് നടത്തി പുറത്തു വന്നത്. മാറ്റി ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അടിയന്തര പ്രമേയത്തിൽ വിഷയമായി പരാമർശിച്ചിരുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും അല്ലെങ്കിൽ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന, ലോകത്തുള്ള മലയാളി സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയും അതുമായി ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും ചർച്ച നടക്കുന്ന സമയത്താണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സമാനമായ രീതിയിൽ ഒരു കാര്യം പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു വാചകം പറയാൻ സമ്മതിക്കാതെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് ഒരു ആ വിഷയത്തെ സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സമയം പോലും അനുവദിക്കാതെയാണ് അന്ന് സ്പീക്കർ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട്. ഇതിപ്പോൾ ബഡ്ജറ്റിൽ എനിക്ക് പ്രസംഗിക്കുന്നതിനുള്ള സമയം അനുവദിച്ച് കിട്ടിയ സമയം 8 മിനിറ്റ് ആയിരുന്നു. ആ 8 മിനിറ്റിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട്, മാസപ്പടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് നിയമസഭയിലെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് 285 പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഏതെങ്കിലും മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ അംഗത്തിനെതിരെയോ ആരോപണം ഉന്നയിക്കുക, അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ, അഴിമതി ആരോപണം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് നോട്ടീസ് നൽകണമെന്നാണ് 285 പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ എനിക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കോള് വന്നു. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അപ്പം ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമുള്ള അനുമതി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി. എന്നിട്ടും ആ ഡോക്യുമെൻറ്റ്സ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചു നൽകിയില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഒരടിസ്ഥാനവുമില്ലാതെ, ഒരു രേഖയുമില്ലാതെ, ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ഉന്നയിക്കുമ്പോൾ അതിന് അനുമതി നൽകി. അതിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്നോട് രേഖ ചോദിച്ചപ്പോൾ തന്നെ സ്പീക്കറോട് ചോദിച്ചു,
PV അൻവറുടെ കയ്യിൽ നിന്നും ഏത് രേഖ വാങ്ങിയിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചത് എന്ന് പറയണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി നമുക്കൊരു വിഷയത്തെ സമീപിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന വേദിയാണ് നിയമസഭ എന്ന് പറയുന്നത്. കാരണം അതിന് വ്യക്തമായ ഒരു മൈതാന പ്രസംഗം പോലെയല്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ഉത്തരവാദിത്തമുള്ളതുകൊണ്ടും അതിൻ്റെ പേരിൽ എന്നെ പൊതുജനം വിലയിരുത്തുമെന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമസഭയിൽ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണെന്നും എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണെന്നും അതിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പദവി ഉപയോഗപ്പെടുത്തി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ വിഷയം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആയതുകൊണ്ട് കേവലം ആരോപണമല്ല, അതിനടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. അതിനെ നിഷേധിച്ച സ്പീക്കറുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അതിലെനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂളിംഗ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ബലമായി അത് പറയാനോ പ്രസംഗിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇനി ഈ വിഷയം ഇതിൻ്റെ എല്ലാ ആധികാരികമായ രേഖകളോടുമൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചൊരു മാർഗമുള്ളൂ. പാർട്ടിയുടെ അനുമതിയോടുകൂടി ഇനി ഇത് ജനങ്ങളിലേക്ക്, ഇത് ഞങ്ങളെ വായടച്ച് കെട്ടാമെന്നോ മൂടി കെട്ടാമെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്താമെന്നോ സർക്കാരും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. പൂർവാധികം ശക്തിയായി ഇതിൻ്റെ മുഴുവൻ ആധികാരിക രേഖകളോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനി ഈ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. അല്ല, സ്പീക്കർ അത് പറഞ്ഞ സ്ഥിതിക്ക് ആ ഭാഗം കൂടി ഇനി പറയുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിൽ നമ്മൾ വിടും. ഇവിടെ പുറത്തു പറയും. ഇവിടെ അനുമതി നിഷേധിക്കപ്പെട്ട നിലയ്ക്ക് അതിവിടെ പറയുന്ന അപ്രോപ്രിയേറ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അറിയിക്കും. നാളത്തേക്കായി ഞാൻ പറയാം. ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്നാണ് നിയമം. അൻവറിൻ്റെത് ഊഹാപോഹം മാത്രമാണ്. ചേറ്റുവ കടപ്പുറത്തേക്ക് മറ്റേ റെഫ്രിജറേറ്റഡ് ലോറി വരുന്നതും അവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറുന്നതൊക്കെ ഊഹാപോഹമാണ്. ഊഹാപോഹം അനുവദിക്കാം, രേഖയുണ്ടെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.